നമസ്കാരം. ഇന്നൊരു മൊബൈൽ ആപ്പാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. മൊബൈൽ ആപ്പ് എന്ന് പറഞ്ഞാൽ വാഹനം ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് ഒരു അടിപൊളി മൊബൈൽ ആപ്പാണ്. വാഹന സംബന്ധമായ ഒട്ടുമിക്ക കാര്യങ്ങളും എല്ലാം ഒരു മൊബൈൽ ആപ്പിൽ കൂടി തന്നെ നടക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതാണ് ഞാൻ പറഞ്ഞ ആപ്പിൻ്റെ പേര്. പിന്നെ ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ, ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല. അതായത് പൈസ വാങ്ങിയിട്ട് അവരുടെ പ്രോഡക്റ്റിനെ പരസ്യം ചെയ്യുന്നതൊന്നുമല്ല. യാദൃശ്ചികമായി ഇങ്ങനെ ഒരു ആപ്പ് കാണാനിടയായി. കൊള്ളാമെന്ന് കണ്ടതുകൊണ്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. അത്രയേ ഉള്ളൂ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് കാർ ഇൻഫോ എന്ന് ടൈപ്പ് ചെയ്യുക. ആപ്പിൻ്റെ പേജ് ഇങ്ങനെ കാണിക്കും. താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ ആപ്പിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സ് അറിയാൻ കഴിയും. ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം ഇങ്ങനെ കാണാൻ കഴിയും. ഇതിലേതെങ്കിലും വാഹനത്തെക്കുറിച്ച് അറിയാനായിട്ട് വെഹിക്കിൾ സെർച്ച് അടിക്കുക. അതിൽ വണ്ടി നമ്പർ അടിക്കേണ്ട കോളം വരും. അതിനുശേഷം വണ്ടിയുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കാണിക്കും. ഇവിടെ ഞാൻ വണ്ടിയുടെ നമ്പരും ഓണറിൻ്റെ പേരുമൊക്കെ മാച്ച് കളഞ്ഞിരിക്കുകയാണ്. പ്രൈവസി റീസൺ കൊണ്ട് അങ്ങനെ ചെയ്തതാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വണ്ടിയുടെ നമ്പർ അടിച്ചപ്പോൾ തന്നെ വണ്ടി ഏത് മേക്കാണെന്ന് സഹിതം വന്നു കഴിഞ്ഞു. നിലവിൽ ആ വണ്ടി സെക്കൻഡ് ഓണറിൻ്റെ കയ്യിലാണ്. ഇനി അടുത്തതായി നമ്മുടെ വണ്ടിക്ക് നിലവിൽ ഫൈനോ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാനായിട്ട് ചെക്ക് ചെല്ലാൻസ് എന്നുള്ളതിൽ അടിക്കുക. അവിടെയും വണ്ടി നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ കാണാം. ഇവിടെയും വണ്ടി നമ്പരും ഓണറിൻ്റെ പേരും വണ്ടിയുടെ മേക്കും എല്ലാം വന്നിട്ടുണ്ട്. നിലവിൽ ചെല്ലാനൊന്നുമില്ല. ഓക്കെ. ഇനി മറ്റൊരു വണ്ടിയുടെ നമ്പർ അടിച്ചു. അവിടെയും വണ്ടി നമ്പരും ഓണറുടെ പേരും വണ്ടിയുടെ മേക്കും ഒക്കെ വന്നിട്ടുണ്ട്. അതിന് 500 രൂപ ചെല്ലാൻ വന്നിട്ടുണ്ടായിരുന്നു. അതവർ പേ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊരു വണ്ടിയുടെ റീസെയിൽ വാല്യൂ കണക്കൂട്ടുകയാണ്. നമുക്കറിയാവുന്ന ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി ഏകദേശം എന്ത് വിലയ്ക്ക് പോകും എന്ന് നമുക്ക് നോക്കാം. റീസെയിൽ വാല്യൂ അടിച്ചപ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത്. വണ്ടി ഏത് ബ്രാൻഡാണെന്നാണ് ചോദിക്കുന്നത്. ഞാൻ താഴോട്ട് സ്ക്രോൾ ചെയ്തു. ഷെവർലെ ആയിരുന്നു എൻ്റെ ബ്രാൻഡ്. ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ കാണിക്കുന്നു. ഇവിടെ ഞാൻ എൻജോയ് ക്ലിക്ക് ചെയ്തു. രജിസ്റ്റർ ചെയ്ത വർഷമാണ് ചോദിക്കുന്നത്. ഞാൻ 2013 അടിച്ചു. വേരിയൻറ്റ് ചോദിക്കുകയാണ്. എൻ്റെ 1.3 ലിറ്റർ LTZ ആണ്, 7 സീറ്റർ. അടുത്ത കിലോമീറ്റർ ചോദിക്കുകയാണ്. കിലോമീറ്ററും കൊടുത്തു കഴിഞ്ഞപ്പോൾ വില കാണിക്കുകയാണ്. 2.5 ലക്ഷത്തിന് മേലെ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. എക്സാക്റ്റ് വാല്യൂ അല്ല എന്ന് അവർ തന്നെ അവകാശപ്പെടുന്നുണ്ട്. വണ്ടിയുടെ ഫിസിക്കൽ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ ശേഷമേ കറക്റ്റ് വാല്യൂ പറയാൻ പറ്റൂ. എന്നാലും ഏകദേശം നമ്മളെ വണ്ടിക്ക് ഇത്ര വരെ കിട്ടാം എന്നൊരു ധാരണ നമുക്ക് കിട്ടും. ഇനി ഫാസ്ടാഗ് ബാലൻസ് ആണ് അറിയേണ്ടതെങ്കിൽ അത് ക്ലിക്ക് ചെയ്താൽ അതും കാണിക്കുന്നതായിരിക്കും. കൂടാതെ ഫാസ്ടാഗ് റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇത് കൂടാതെ ഇൻഷുറൻസ് റിന്യൂവൽ ഉൾപ്പെടെ ഒരുപാട് ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഈ ആപ്പ് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, എനിക്ക് ഈ ആപ്പുമായി യാതൊരു ബന്ധവുമില്ല. എനിക്ക് ഈ ആപ്പ് ഉപകാരപ്രദമായി തോന്നി, അതുകൊണ്ട് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്നു. അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്